അതിൽ പ്രധാനപ്പെട്ടത് പാലക്കാട് നിന്നാണ്. നമുക്കറിയാം പി കെ ശശി എന്ന പാലക്കാട്ടെ CPM-ന്റെ അധികായൻ, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഏതാണ്ട് പുറത്തേക്കാണ് എന്നാണ് പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ വരുന്നത്. പാലക്കാട്ട് ഈ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പി കെ ശശിയെ മാറ്റണമെന്ന ആവശ്യം അംഗീകരിച്ചാൽ CPM വിടുമെന്ന് സൂചന നൽകി പി കെ ശശി. ശശിയെ KTDC ചെയർമാൻ സ്ഥാനത്തു നിന്നും CITU ജില്ലാ അധ്യക്ഷ പദവിയിൽ നിന്നും നീക്കണമെന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാന സമിതിയുടെ പരിഗണനയിലാണ് ഈ ആവശ്യമുള്ളത്. വിവിധ ആരോപണങ്ങളെ തുടർന്ന് നേരത്തെ പി കെ ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു. എസ് വിനേഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. നമുക്ക് ആ വാർത്തയിലേക്ക് ഒന്ന് പോകാം. വിനേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കാണ് പാലക്കാട്ടെ CPM സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതാണ് ആ വാർത്തയിലേക്ക്. സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുമെന്ന സാഹചര്യത്തിലാണ് ശശി കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങുന്നത്. പാർട്ടി വിടാനാണ് പി കെ ശശിയുടെ ആലോചന. ഫണ്ട് ക്രമക്കേടുകളടക്കം ഗുരുതര ആരോപണങ്ങളെ തുടർന്നാണ് ശശിക്കെതിരെ പാർട്ടി നടപടിയെടുത്തത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ശശിയെ പാർട്ടി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. പക്ഷേ ഇവിടെ കൊണ്ടും അവസാനിക്കില്ല. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കണമെന്ന കടുത്ത നിലപാടിലാണ് പാലക്കാട്ടെ പാർട്ടി. CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം നൽകിയ ശുപാർശ സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പാകെയുണ്ട്. ഇനി സംഘടനാ നടപടി ഉണ്ടായാൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് ശശിയെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു. CPM-ൽ തുടരേണ്ടെന്ന തീരുമാനത്തിലേക്കെത്തും. മണ്ണാർക്കാട് സഹകരണ കോളേജിന്റെ ഫണ്ട് ശേഖരണം, വിഭാഗീയത, ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫണ്ടിലെ ക്രമക്കേട് എന്നീ ആരോപണങ്ങളാണ് ശശിക്കെതിരെ പാർട്ടിയിൽ ഉയർന്നിട്ടുള്ളത്. പാർട്ടി കൈവിട്ടതോടെ പി കെ ശശി CPM-ൽ ഏറെക്കുറെ ഒറ്റപ്പെട്ടു കഴിഞ്ഞു. DYFI വനിതാ നേതാവിനോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ പി കെ ശശിയെ പാർട്ടി നേരത്തെ സംരക്ഷിച്ചിരുന്നു. എസ് വിനേഷ് കുമാർ, News 18 പാലക്കാട്. വിനേഷ് കുമാർ തന്നെ വിവരങ്ങളുമായി ചേരുകയാണ്. വിനേഷ്, പി കെ ശശി വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്ന് പറയുന്നു. പക്ഷേ പാർട്ടി അത്തരമൊരു കടുത്ത തീരുമാനമെടുത്താൽ ശശിയും ശശിക്കൊപ്പമുള്ളവരും എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. രഞ്ജിത്ത്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ചാണെങ്കിൽ പി കെ ശശി പാർട്ടി വിടാനുള്ള ഒരു ആലോചനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇന്നലെ രാത്രിയും അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളുമായി അദ്ദേഹം കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. ഇന്നും ഇത് സംബന്ധിച്ചുള്ള യോഗം ഉണ്ടാവും, രഹസ്യ യോഗങ്ങളും മറ്റും ഉണ്ടാവും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മണ്ണാർക്കാട് ബെൽറ്റിൽ ശശിക്ക് സ്വാധീനമുള്ള സ്ഥലമുണ്ട്. ഇവിടെ പാർട്ടിയിലെ ഒരു വിഭാഗം എന്തായാലും ശശിക്കൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ജില്ലയിലെ തന്നെ ഏറ്റവും കരുത്തനായ നേതാവ് കൂടിയാണ് പി കെ ശശി. കാരണം പാർട്ടിയിൽ ഒരു കാലത്ത് പാർട്ടിക്കുള്ള ഫണ്ട് കണ്ടെത്തുന്ന ഒരു പ്രധാന ഫണ്ട് റൈസർ എന്നുള്ള രീതിയിലും പിണറായിക്ക് ഉൾപ്പെടെ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ വേണ്ടപ്പെട്ട ആളായിരുന്നു ശശി. പക്ഷേ ആ DYFI നേതാവിന് നേരെ ഉണ്ടായിരിക്കുന്ന ആ ലൈംഗിക അതിക്രമ പരാതിക്ക് പിന്നാലെ ശശിയെ സംബന്ധിച്ചിടത്തോളം വീഴ്ചകളുടെ കാലമാണ്. അതിനുശേഷമാണ് അതിനുശേഷം ആ സമയത്തും AK ബാലൻ ഉൾപ്പെടെ അടങ്ങുന്ന കമ്മിറ്റി, അതായത് AK ബാലനും ശ്രീമതി ഉൾപ്പെടെ അടങ്ങുന്ന കമ്മിറ്റി ശശിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുകയും ശശി സംരക്ഷിക്കുകയും പാർട്ടി ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിലെത്തിയപ്പോഴത്തേക്ക് കാര്യങ്ങൾ തകിടം മറിഞ്ഞിരിക്കുന്നു. എന്തായാലും ശശിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് ഏറെയാണ്. കാരണം ശശിയെ പാർട്ടി ബ്രാഞ്ചിലേക്കാണ് തരം താഴ്ത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന്, ചെയർമാൻഷിപ്പിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണം എന്നുള്ള ഒരു ആവശ്യം കൂടി പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ നിലവിൽ CITU-വിൻ്റെ ജില്ലാ അധ്യക്ഷനാണ്. ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണം എന്നുള്ള കാര്യമാണ്. ഈ രണ്ട് കാര്യവും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പരിഗണനയിലാണുള്ളത്. വരും ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ച് CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത പരിപാടിയിലായിരുന്നു, അതായത് ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിലാണ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സ്വാഭാവികമായും ശശിക്കെതിരെ നടപടിയുണ്ട്. ശശിയെ KTDC ചെയർമാൻഷിപ്പിൽ നിന്നും, അതുപോലെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും, അതുപോലെ തന്നെ ഈ CITU ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരികയാണെങ്കിൽ പാർട്ടി വിടുക എന്നുള്ള രീതിയിലേക്ക് ഒരു തീരുമാനത്തിലേക്കായിരിക്കും ശശിയും കൂട്ടരും പോവുക. എന്തായാലും എങ്ങോട്ടാണ് പോകുന്നത്, UDF-ലേക്കാണോ BJP-ലേക്കാണോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. എന്തായാലും പാർട്ടി വിടുക എന്നുള്ള ഒരു സൂചന മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഒരുപക്ഷേ അങ്ങനെ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ പാർട്ടി വിടുക എന്നുള്ളൊരു പ്രചാരണം ഇറക്കി പാർട്ടിയിൽ സമ്മർദ്ദം ചെലുത്തുകയാണോ ലക്ഷ്യം, അല്ലെങ്കിൽ പാർട്ടി വിടാൻ തന്നെയാണോ അദ്ദേഹം തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ശശി ഇന്നിപ്പോൾ ഇവിടെയുണ്ട്, ജില്ലയിലുണ്ട്. എന്തായാലും ഇന്ന് ശശിയും അനുയായികളും ഇത് സംബന്ധിച്ചുള്ള ഒരു ശശിക്കൊപ്പമുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ ഒരു വലിയ സ്ട്രെങ്ത് ഇപ്പോൾ ഉണ്ടോ വിനേഷ്? കാരണം
പാർട്ടി ശക്തമായ തീരുമാനമെടുക്കാൻ ഒരുങ്ങുന്നു. പാർട്ടിയിൽ നിന്ന് വലിയൊരു വിഭാഗത്തിന്റെ എതിർപ്പ് ശശിയുമായി ബന്ധപ്പെട്ടുണ്ട്. മറ്റ് ഒരുപാട് അദ്ദേഹത്തിന്റെ കോളേജുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളുടെ വിഷയങ്ങളുണ്ട്. അങ്ങനെ നിരവധി അനവധി പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഒരു വലിയ വിഭാഗം ശശിക്കൊപ്പം ഉണ്ട് എന്നുള്ള ധാരണയുണ്ടോ ഇപ്പോൾ? ശശിക്ക് ജില്ലയിലെ ഉന്നത നേതാക്കളൊന്നും ശശിക്കൊപ്പം എന്തായാലും നിൽക്കില്ല. പക്ഷേ ശശിയെ സംബന്ധിച്ചിടത്തോളം മണ്ണാർക്കാട് ബെൽറ്റ് നമുക്കറിയാം. മണ്ണാർക്കാട് ബെൽറ്റിൽ ശശിക്ക് വ്യക്തമായ സ്വാധീനമുണ്ട്. അവിടുത്തെ ബ്രാഞ്ചിലായാലും പാർട്ടി ബ്രാഞ്ചിലായാലും ഏരിയ കമ്മിറ്റിയിലായാലും അവിടുത്തെ ലോക്കൽ കമ്മിറ്റികളിലെല്ലാം തന്നെ ശശിക്ക് കൃത്യമായ സ്വാധീനമുള്ള സ്ഥലമാണ്. നമുക്കറിയാം എം ബി രാജേഷ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ എം ബി രാജേഷിനെ പരാജയപ്പെടുത്തിയതിന്റെ പിന്നിൽ PK ശശിയാണെന്നുള്ള ആരോപണം അന്നേ ഉയർന്നിരുന്നു. ശശിയെ അന്ന് തന്നെ ഇത് സംബന്ധിച്ച് പാർട്ടി ഉന്നം വെച്ചതാണ്. കാരണം ഈ ലൈംഗിക പീഡന പരാതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ശശിക്കെതിരെ നീങ്ങിയത് എം ബി രാജേഷും അതുപോലെ തന്നെ അയാളുടെ ഭാര്യ സഹോദരനായ നിതിൻ ഗണിച്ചേരി ഉൾപ്പെടെയുള്ളവരാണ്, പാലക്കാട്ടെ CPM നേതാക്കൾ. ഇതിൽ ഈ ഒരു സംഭവം കത്തി നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. ഇത്തവണയല്ല, കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം ബി രാജേഷിനെതിരെ ഈ ശശി നീക്കങ്ങൾ നടത്തുകയും എം ബി രാജേഷിന്റെ പരാജയത്തിന് പ്രധാന കാരണം ശശിയുടെ നീക്കങ്ങളാണ് എന്ന് അന്ന് തന്നെ വിലയിരുത്തപ്പെട്ടതാണ്. അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് അന്ന് തന്നെ വലിയ രീതിയിൽ ചർച്ചയുണ്ടായതാണ്. സ്വാഭാവികമായും ശശിക്ക് അവിടെ വലിയ സ്വാധീനമുള്ള ചില ബെൽറ്റുകളുണ്ട്. കാരണം ശശി എത്രയോ കാലങ്ങളായി പാർട്ടിയിലുള്ള ആളാണ്, പാർട്ടിയിൽ വലിയ സ്വാധീനമുണ്ട്. അങ്ങനെ ശശി സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ശശിക്കൊപ്പം നിൽക്കുന്ന കുറച്ചു പേരെങ്കിലും അവിടെ ഉണ്ട്. അതുകൊണ്ട് അവരുമായാണ് ഇപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള യോഗങ്ങളിലും ഇത്തരത്തിലുള്ള ചർച്ചകളും നടത്താൻ ശശി തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും അന്തിമ തീരുമാനം ഉടനെ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയിലും ഇത് സംബന്ധിച്ച് ശശിയുടെ PK ശശിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട പല ആളുകളുടെയും ഫോണുകളെല്ലാം തന്നെ ഇന്നലെ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. കാരണം ഇന്നലെ രാത്രിയും ഇത് സംബന്ധിച്ചുള്ള ഏതോ ചർച്ചകളോ യോഗങ്ങളോ മറ്റോ ഉണ്ടായിരുന്നോ എന്നുള്ള സംശയമുണ്ട്. ഇന്ന് ഇത് സംബന്ധിച്ച് അനുയായികളുമായി അല്ലെങ്കിൽ ശശിക്ക് വേണ്ടപ്പെട്ട ആളുകളുണ്ട്, ശശിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, അവരുമായി ഇന്നും ചർച്ച നടത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും PK ശശിയുടെ നീക്കം പാലക്കാട് രാഷ്ട്രീയത്തിൽ നിർണായകമാണ്. ശശി ചെറിയ മീനല്ല, പാലക്കാട്ടെ ഏറെ ശക്തനായ നേതാവാണ്. അതുകൊണ്ടാണ് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായ സമയത്തും വലിയ സംരക്ഷണം ഒരുക്കിയിരുന്നു എല്ലാ ഘട്ടത്തിലും പാർട്ടി. പക്ഷെ അവസാനം ഇപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ മറുവഴി തേടുകയാണ് ശശി, അല്ലേ? അതാണ് ശശി എങ്ങോട്ട്, ശശിയുടെ രാഷ്ട്രീയ ഭാവി എന്ത് എന്ന കാര്യത്തിലൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും.